നമസ്കാരം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ മാനസികമായ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേക്കുറിച്ചുള്ള ചിന്തകളും അതിനെക്കുറിച്ചുള്ള വിഷമങ്ങളും കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ചെയ്യുന്ന ജോലിയിലാണെങ്കിലും മറ്റ് എന്ത് കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മൾ ദിവസം കഴിയും തോറും വിഷമിച്ച് പല അസുഖങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹമുള്ളത് ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ കുറച്ച് കുങ്കുമവും കുറച്ച് ചന്ദനത്തിൻ്റെ പൊടിയും, ഇതാണ് നമുക്ക് ആവശ്യം. ഇത് ചെയ്യേണ്ടത് പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ചെയ്യണം. ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. കുളിച്ചിട്ട് ഒരു മെഴുകുതിരിയോ വിളക്കോ കത്തിച്ച് വെച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ മുന്നിലിരുന്ന് കൊണ്ട് ഒരു പേപ്പറിൽ നിങ്ങൾ 2 പേരുടെയും പേരെഴുതിയതിന് ശേഷം ഈ ഫോട്ടോ അതിലേക്ക് വയ്ക്കുക. ആ ഫോട്ടോ അതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ചന്ദനത്തിൻ്റെ പൊടിയും കുങ്കുമവും കൂടി അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം അത് നന്നായി മടക്കി ഒരു ചുവന്ന നൂല് കൊണ്ട് നന്നായി കെട്ടുക. നന്നായി ചുറ്റി കെട്ടിയതിന് ശേഷം ഇത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ചെയ്തതിന് ശേഷം ഭദ്രമായി നിങ്ങൾക്കത് സൂക്ഷിച്ചു വയ്ക്കാം. 21 ദിവസം നിങ്ങളത് സൂക്ഷിച്ച് വെക്കണം. 21 ദിവസം ആദ്യത്തെ ദിവസം രാത്രി എഴുന്നേറ്റ് 3 മണിക്ക് ചെയ്താൽ പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ സ്വാഭാവികമായി എഴുന്നേൽക്കുന്ന സമയം രാവിലെ ഒരു 7 മണി 8 മണിയുടെ ഉള്ളിൽ നിങ്ങൾ അത് നിങ്ങളുടെ കൈ കൊണ്ട് സ്പർശിക്കണം, തൊടണം. എന്നും 21 ദിവസം അത് തൊടുമ്പോഴൊക്കെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനടി സാധിക്കും എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി വേണം അത് കൈകൊണ്ട് എടുക്കാൻ. അങ്ങനെ 21 ദിവസം നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിചാരിച്ച കാര്യം എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി ആ കാര്യം ചെയ്യുന്നു, കാരണം നിങ്ങൾ മാനസികമായി ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടണം, ആ കാര്യം സാധിച്ചു കിട്ടണം, അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി വേണം നിങ്ങളിത് ചെയ്യാൻ. അപ്പോൾ അത്രയും വിശ്വസിച്ച് വേണം നമ്മൾ ഈ കാര്യം ചെയ്യാൻ. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ലഭിക്കുന്നത് അതിനോട് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൂർണ്ണ ഉറപ്പോടു കൂടി നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. പിന്നെ ചില വ്യക്തികൾക്ക് ഞാൻ പറയുന്ന പോലെ എപ്പോഴും നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് എന്ത് നല്ല കാര്യം നമ്മളിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് താമസം നേരിടും. ചിലത് എത്തിപ്പെടാതെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം അത് നെഗറ്റീവ് എനർജി എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുക. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനും പറ്റും. ഈ നെഗറ്റീവ് എനർജി നല്ല നിലനിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയും, അത് ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് എന്ത് കാര്യം, അത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ അതിന് ഒരുപാട് കാലതാമസം നേരിടുന്നത്. ഈ കാലതാമസം നേരിടുന്തോറും മാനസികമായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കുള്ള തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നീക്കം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴുകിയെത്തും. അത് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ. ആ ബ്ലോക്ക് മാറ്റിയ സുഖമായി ആ വെള്ളം ഒഴുകിയെത്തും എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ള തടസ്സങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ഇല്ലാതാക്കണം എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് മറ്റു കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ഈ കാര്യം ചെയ്താൽ 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തിക്ക് മനസ്സിന് മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും.
നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി പൂർണ്ണ അർപ്പണ ബോധത്തോടു കൂടി ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ഇനി ഇതിൽ എന്തെങ്കിലും എങ്ങനെ ചെയ്യണം, എന്താണ് എന്നുള്ള വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംശയം മാറ്റാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അത് ചെയ്ത കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്ത് സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.